ഹായ് മകളെ, 10ാം ക്ലാസ് റിസൾട്ടൊക്കെ വന്നു. പല ആളുകളും പല തരത്തിലുള്ള ഇമോഷനിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടാവുക. 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഇല്ലെങ്കിലും സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ സ്ട്രീമിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനൊക്കെ പറ്റും. പല ആളുകളും സയൻസിനെ പറ്റി അന്വേഷിച്ചിട്ടുണ്ട്. അന്വേഷിച്ച സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ പ്രധാനപ്പെട്ട 2 ഉത്തരങ്ങളുണ്ട്. ഒന്നാമത്തത് സയൻസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടഫായിട്ട് പഠിക്കാനുള്ളതാണ്. രണ്ടാമത്തത് സയൻസ് എടുത്താൽ ഏത് മേഖലയിലേക്ക് വേണമെങ്കിലും പോകാം എന്നുള്ളതാണ്. എന്നാൽ സയൻസിനെ പറ്റി കുറച്ചുകൂടി ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ മെയിനായിട്ട് വരുന്നത് 2 സ്ട്രീമുകളാണ്. ഒന്ന് ബയോ സയൻസും രണ്ടാമത് കമ്പ്യൂട്ടർ സയൻസുമാണ്. നമുക്കറിയാം ആധുനികം എന്ന് പറയുന്നത് ടെക്നോളജിയുടെ കാലഘട്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സയൻസിന് വളരെയധികം സ്കോപ്പ് ഉണ്ട്. അതുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് അത്യാവശ്യം നല്ലൊരു ചോയ്സ് തന്നെയാണ്. എന്നാൽ ഇവിടെയുള്ള ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബയോ സയൻസ് എടുത്തൊരു വിദ്യാർത്ഥിക്ക് +2 ശേഷം ഏത് കോഴ്സിലേക്ക് വേണമെങ്കിലും പോകാൻ പറ്റുന്നതാണ്. അതായത് കമ്പ്യൂട്ടർ സയൻസുമായിട്ട് റിലേറ്റഡ് ഉള്ള BCA പോലത്തെ ഡിഗ്രികൾ അല്ലെങ്കിൽ അതുമായിട്ടുള്ള എഞ്ചിനീയറിംഗ് എക്സാമുകളൊക്കെ ഈ ബയോ സയൻസ് പഠിച്ച വിദ്യാർത്ഥിക്ക് പോകാൻ പറ്റും. എന്നാൽ നീറ്റ് പോലത്തെ മെഡിക്കൽ മേഖല ഭാവിയിൽ +2 ശേഷം എടുക്കണം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ കുട്ടിക്ക് +2 കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച വിദ്യാർത്ഥിക്ക് പോകാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു എയിമൊന്നും ഇല്ലാത്ത ആളാണ്, പക്ഷേ സയൻസ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ലത് ബയോ സയൻസ് ആണ്. എന്നാൽ കൃത്യമായിട്ടൊരു ധാരണയുണ്ടോ, എനിക്ക് എഞ്ചിനീയറിംഗ് മേഖലകളാണ് താല്പര്യം, എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് മേഖലകളാണ് താല്പര്യം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ് നല്ലത്. അതെ മകളെ, ഈ വീഡിയോ മുഴുവനും കാണുക. നിങ്ങളുടെ എല്ലാ SSLC റിസൾട്ട് വന്ന വിദ്യാർത്ഥികൾക്കും അയച്ചു കൊടുക്കുക. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണോ അല്ലെങ്കിൽ തന്നെ ബയോളജി സയൻസ് ആണോ നല്ലത് എന്നാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പ്രകാരം ഞാൻ പറയുന്നു 2 കോഴ്സും നല്ലതാണെങ്കിൽ പോലും കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ റീസൺ, കമ്പ്യൂട്ടർ സയൻസ് അത്യാവശ്യം റിസൾട്ടുള്ള ബാച്ചാണോ നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്ന സ്കൂൾ എന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. പല ആളുകളും ഇത് അന്വേഷിക്കാറില്ല. കാരണം അവരുടെ സ്കൂൾ കോഡ് വെച്ചുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് അതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ഏത് സെക്കൻഡ് ഓപ്ഷൻ ഏത് ഒന്നും നോക്കാതെ അങ്ങ് റാൻഡമായിട്ട് അങ്ങ് അപ്ലൈ ചെയ്യും. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് കിട്ടുന്നത് ഒട്ടും റിസൾട്ട് ഇല്ലാത്തൊരു സ്കൂളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഫ്ലോപ്പായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതേസമയത്ത് കമ്പ്യൂട്ടർ സയൻസിന് നല്ല റിസൾട്ടുകളുള്ള സ്കൂളുകളാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു അത്യാവശ്യം നല്ല മക്കളായിട്ട് മാറുകയാണ്. ഇത് തന്നെ ബയോ സയൻസിലും അപ്ലിക്കബിൾ ആണ്. അതായത് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആവട്ടെ ബയോ സയൻസ് ആവട്ടെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്ത് ഏറ്റവും മികച്ച റിസൾട്ടുള്ള സ്കൂളായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ വരേണ്ടത്, അല്ലെങ്കിൽ ആദ്യത്തെ 5 ലിസ്റ്റിൽ വരുന്നത് ഏറ്റവും മികച്ച റിസൾട്ടുകളുള്ള സ്കൂളായിരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. ലക്ഷ്യമില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ അവർക്ക് നല്ലത് ബയോ സയൻസ് ആണ്. കൃത്യമായിട്ട് ലക്ഷ്യബോധത്തോടു കൂടി പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ അവർക്ക് JEE എഴുതാനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് മേഖലയിൽ പോകാനോ ആണ് എങ്കിൽ ആ കുട്ടിക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ് നല്ലത്. ഇനി നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് കമ്പ്യൂട്ടർ സയൻസിന് മികച്ച റിസൾട്ട് ഇല്ലാത്തൊരു സ്കൂളാണ് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ബയോ സയൻസിന് മികച്ച റിസൾട്ടുള്ള സ്കൂൾ സെലക്ട് ചെയ്തതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ചത്. അടുത്ത കണ്ടന്റ് എന്ത് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാ SSLC റിസൾട്ട് വന്ന വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കാരണം ഒരാളെങ്കിലും നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ലിങ്ക് കൊണ്ട് രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ. ഒരു കാര്യം കൂടി ഓർപ്പിക്കുകയാണ്, ബയോ സയൻസിനും കമ്പ്യൂട്ടർ സയൻസും സെപ്പറേറ്റ് ആയിട്ട് സൈലത്തിലെ അഗ്നി ബാച്ച് ഉണ്ട്, അതുപോലെ തന്നെ Kings 11 ബാച്ചും ഉണ്ട്. രണ്ടിനെയും അഡ്മിഷൻ ഈ മെയ് 21 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന 9995 400 800 എന്ന് പറഞ്ഞ നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് വരുത്തുക. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ബൈ.